വൂജോന്റെ മാർക്കറ്റിംഗ് ടീം ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കുവാനായിട്ട് പോകുന്ന പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനീനെ കോൺടാക്ട് ചെയ്യുകയാണ്. പക്ഷെ ആദ്യം ഈ കമ്പനീനെ കോൺടാക്ട് ചെയ്ത സമയത്ത് എത്ര പണമായിരുന്നോ നൽകിയിട്ടുണ്ടായിരുന്നത് അതിന്റെ 10 ഇരട്ടി തരികയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ കോൺട്രാക്ട് ഒക്കെ റിന്യൂ ചെയ്യുകയുള്ളൂ എന്നാണ് മെറിയുടെ കമ്പനി അറിയിക്കുന്നത്. സോ വൂജോന്റെ ടീമും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് അറിയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നീ എന്തുകൊണ്ടാണ് 10 ഇരട്ടിയൊക്കെ തരികയാണെങ്കിൽ മാത്രമേ കോൺട്രാക്ട് റിന്യൂ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് മെറിയുടെ ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും 2 മണിക്കൂർ മുമ്പ് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോള് ചെയ്ത ആളാകട്ടെ എന്നോട് ബേക്കറിക്കാർ എന്നെ വിളിക്കുന്നതായിരിക്കുമെന്നും അപ്പോൾ 10 ഇരട്ടിയൊക്കെ പറയുകയാണെങ്കിൽ പോലും ആ ബേക്കറിക്കാർ അത് തരുവാനായിട്ട് തയ്യാറാകുമെന്നും പറഞ്ഞു. സോ അതൊക്കെ കേട്ടിട്ടായിരുന്നു ഞാനും ഇങ്ങനെ ചെയ്തതെന്നും മെറി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫൂഷുവിന് ഈ ഒരു ഡീൽ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കാതെ ഇരിക്കുവാനായിട്ട് ഉങ്സു ആയിരുന്നു മെറിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വലിയൊരു തുകയൊക്കെ പറയുകയാണെങ്കിൽ പൂജനും അത്രയും തുകയൊക്കെ വെച്ചിട്ട് ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അഥവാ അങ്ങനെ സൈൻ ചെയ്യിക്കുകയാണെങ്കിൽ തന്നെ മുത്തശ്ശി അവനെ വഴക്ക് പറയുന്നതായിരിക്കും. അതൊക്കെ ആയിരുന്നു ഉൺസുവിന്റെ ലക്ഷ്യവും. ചായം ഇതുപോലെ അവര് 10 ഇരട്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം വൂജിനെ അറിയിക്കുമ്പോഴത്തേക്കും എന്നാൽ നമുക്ക് ഡിസൈനിങ് കമ്പനീനെ മാറ്റാമെന്ന് വൂജുവും അറിയിക്കുന്നു. അതേസമയം അങ്ങനെ മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ചായം ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവര് പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന്റെ ഭാഗമായിട്ട് 150 മില്യണോളം തുകയൊക്കെ ചെലവാക്കിയിട്ടായിരുന്നു അതിന്റെ പ്രീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതിലെല്ലാം തന്നെ ഈ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്ന സെയിം ഡിസൈൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെ കളഞ്ഞിട്ട് പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. സോ വൂചുവും എന്നാൽ ആ ഡിസൈനർ സ്റ്റുഡിയോനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു. ബ്യൂട്ടി ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒയും ഇപ്പോൾ ആകെ ദേഷ്യത്തിലാണ് ഉള്ളത്. അയാൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും അല്ലല്ലോ ലക്കി ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഷൂസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ സെക്രട്ടറിനെയും ചവിട്ടുന്നു. സെക്രട്ടറിയും 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. ശരിക്കും സിഒ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത് മേയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേയറിന് അതിന് പകരമായിട്ട് ഇവർ പുതിയതായിട്ട് വെക്കുന്ന ബിൽഡിങ്ങിലെ ഒരു യൂണിറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ആ ഒരു യൂണിറ്റ് ഒക്കെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം തന്നെ നിന്നു പോകുന്നതായിരിക്കും. അത് കാരണം അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും. അതേസമയം യൂണിറ്റ് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിഇഒയുടെ അച്ഛൻ അറിയും. അപ്പോൾ കൂടുതൽ പ്രശ്നമാക്കും. എന്ത് ചെയ്യുമെന്ന് അറിയാതെയൊക്കെ സിഇഒ നിന്ന സമയത്ത് സെക്രട്ടറി ആയിരുന്നു മേയറുടെ അനന്തരവൻ പുതിയതായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്കി ഡ്രോ ഒക്കെ നടത്തിയാലോ എന്ന് സെക്രട്ടറിയും പറയുന്നത്. സിഇഒയുടെ ആഗ്രഹപ്രകാരമായിരുന്നു സെക്രട്ടറിയും ഇങ്ങനൊരു ഐഡിയയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആകെ പ്രശ്നമായപ്പോഴത്തേക്കും എല്ലാം സെക്രട്ടറിയുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുവാനായിട്ട് മാത്രമായിരുന്നു സിഒ ശ്രമിച്ചതും. ഇപ്പോൾ സെക്രട്ടറി നേരെ സ്റ്റാഫിനെ കോൾ ചെയ്തതിന് ശേഷം ആ ഒരു ലക്കി ഡ്രോ ഒക്കെ ജയിച്ച പെൺകുട്ടി ഉണ്ടല്ലോ അവളെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യണം. അവളുടെ ഹസ്ബൻഡിനെയും കൊണ്ട് വരികയാണെങ്കിൽ മാത്രമേ സമ്മാനം കൊടുക്കുകയുള്ളൂ എന്ന് അവളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം തന്നെ സെക്രട്ടറിയും അറിയിക്കുന്നു. ഇപ്പോൾ സ്റ്റാഫും ഈ ഒരു കാര്യം പറഞ്ഞ് മെറിക്ക് മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ മെറിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിന്റെ അടുത്തും മെറി ഒന്ന് സംസാരിച്ച് നോക്കുകയാണ്. അതായത് ഈ ഒരു ഫ്രണ്ടിന് ഒരു ചേട്ടനുണ്ട്. ആ ഒരു ചേട്ടനെയും കൂട്ടിക്കൊണ്ട് പോയാലോ എന്ന പ്ലാനിലാണ് അവൾ ഉള്ളത്. പക്ഷേ പിന്നീട് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്കുമാണ് ആ ചേട്ടന്റെ പേര് വൂജു എന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. സോ അത് വേണ്ട എന്ന കാര്യം അവളും തീരുമാനിക്കുന്നു. ഇപ്പോൾ മെറിയുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന വൂജുവിന്റെ ഫാമിലിനെ കാണിക്കുകയാണ്. വൂജുവിന്റെ അമ്മയുടെ അടുത്തായിട്ട് വൂജുവിന്റെ അനിയത്തിയും നേരത്തെ മെറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഫുഡും അതുപോലെ തന്നെ മെറിയുടെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന സൈഡ് ഡിഷും എല്ലാം തന്നെ താനും ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് അനിയത്തി പറയുന്നത്. അതേസമയം ഇപ്പോൾ വൂജു ഡേറ്റിംഗ് ചെയ്യുന്ന ജെനി ഉണ്ടല്ലോ അവൾ ഒരുപാട് കാശുകാരിയാണ്. കൂടാതെ അവളുടെ പേരൻസിന് ഹോങ്കോങ്ങിൽ ബിൽഡിംഗ് വരെയുണ്ട്. അതുകൊണ്ട് തന്നെ മെറി പോയതിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അനിയത്തിനെ സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ വൂജുവും അമ്മേനെ കോൾ ചെയ്യുന്നു. മെറിക്ക് ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വൂജുവിനെ അന്വേഷിച്ച് വീട്ടിൽ വരുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വിളിക്കുന്നതെങ്കിൽ പോലും എന്തായാലും പണമൊക്കെ പോയത് മെറിയുടെ തെറ്റുകൊണ്ട് മാത്രമാണ്. കൂടാതെ പണം പോയത് മെറിയുടെയുമാണല്ലോ. അങ്ങനെ ഇരിക്കെ നീ അവൾക്ക് പണം കൊടുക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. കൂടാതെ അവളെ വിളിക്കുകയാണെങ്കിൽ പോലും നീ കോൾ എടുക്കുവാനായിട്ട് പാടില്ല എന്നും ഞങ്ങളും അതൊക്കെ അനുസരിച്ച് പെരുമാറിക്കൊള്ളാമെന്നും അമ്മയും അറിയിക്കുന്നു. ജെനിയും വൂച്ചും കൂടി നിലവിൽ കറങ്ങുവാനായിട്ടൊക്കെ പോയതായിരുന്നല്ലോ. സോ ജെന്നിയുടെ വീട്ടിലുണ്ടായിരുന്ന ക്യാറ്റിനെ ഇവരുടെ വീട്ടിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. സോ ക്യാറ്റിനെ താൻ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് എന്ന് അമ്മയും പറയുന്നു. അങ്ങനെ ഇരിക്കെയാണ് വൂച്ചുവിനെ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെറിയും ഇപ്പോൾ അമ്മേനെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളത്. താനും ഇതുപോലെ ഒരു സ്കാമിലൊക്കെ പെട്ടിട്ട് തനിക്ക് പണമെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് മെറി പറയുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ എന്റെ മകൻ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മകനാകട്ടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു സ്കൂളിലും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലും എല്ലാം തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ചിലവായിട്ടുണ്ട്. കൂടാതെ നീയും അത്രയ്ക്ക് വലിയ സ്കൂളിലൊന്നും പഠിച്ച ആളൊന്നും അല്ലല്ലോ.
ഇപ്പോൾ ഞങ്ങളുടെ മകൻ ഏത് നിലയിലെത്തിയോ അതിനെല്ലാത്തിനും ഞങ്ങളുടെ പണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലാതെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേരില് നിനക്കൊരു വീട് പോലും എടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ. നീ എടുത്തത് പോലും നിന്റെ പേരിലല്ലേ. അങ്ങനെയിരിക്കെ ആ ഒരു വീട് സ്കാമിൽ പെട്ട് പോയെങ്കിൽ അതൊരിക്കലും ഞങ്ങളുടെ തെറ്റല്ല. നീ തന്നെ വേണം അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുവാനെന്ന് അമ്മ പറയുമ്പഴത്തേക്കും, ആ വീടിന് ഡെപ്പോസിറ്റ് കൊടുക്കുവാനായിട്ട് എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പേരിൽ ലോൺ എടുത്തത് കൊണ്ടാണ് വീടും എന്റെ പേരിൽ മേടിക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ഉമ്മ പറയുന്നുണ്ടെങ്കിൽ പോലും നീ നിന്റെ പേരിൽ വീടെടുത്തു. സ്കാം നടന്നത് നിനക്കാണ്. അങ്ങനെയിരിക്കെ അതിന്റെ കോൺസിക്വൻസസും നീ തന്നെ അനുഭവിക്കണം. അല്ലാതെ ഞങ്ങളുടെ മകൻ ഇതിൽ വലിച്ചിഴക്കുവാനായിട്ട് പാടില്ല എന്ന് അമ്മ പറയുന്നു. മറിയം തനിക്ക് ഇതുപോലെ ലക്കി ഡ്രോ കിട്ടിയ കാര്യമെല്ലാം തന്നെ അമ്മയോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആരെങ്കിലും വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യുമോ? നീ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അതിന് കാരണം നീ ഒരു ഗോൾഡ് ഡിഗർ ആയതുകൊണ്ടാണ്. സോ നിന്നെ പോലൊരാളെ ഞങ്ങൾക്കും വേണ്ട എന്ന് വൂജുവിന്റെ അനിയത്തിയും പറയുന്നു. അങ്ങനെയിരിക്കെ മെറിക്കും അതൊക്കെ കേട്ടിട്ട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയുവാനായിട്ട് വന്നത് മറ്റൊരു കാര്യമായിരുന്നെങ്കിൽ പോലും അതൊന്നും പറയുന്നതിൽ ഇവിടെ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി. വൂജുവിന് എങ്ങനെയാണ് ഇത്രയ്ക്ക് മോശപ്പെട്ടൊരു സ്വഭാവം വന്നതെന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് എവിടെ നിന്നും വന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലായതെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അമ്മയ്ക്കും ദേഷ്യം വന്നിട്ട് അമ്മ അവളെ തല്ലുവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അവളും അമ്മയുടെ ആ ഒരു തല്ലിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെറിയും അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കും ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ സാരമില്ല എന്ന് പറഞ്ഞ് അവളും മനസ്സിനെ സ്വയം സമാധാനിപ്പിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ബേക്കറിയിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവളും അറിയുന്നത്. സോ അവരെ മീറ്റ് ചെയ്യുവാനായിട്ട് അവളും പോകുന്നു. ഇപ്പോൾ വൂജുവും ഉൺസുവും കൂടി കാണുകയാണ്. വൂജുവും ഡിസൈനറിനെ മീറ്റ് ചെയ്യുവാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ ഉൺസൂനും മനസ്സിലായി. അവരും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാക്കുന്നുണ്ട്. അതായത് ഇന്നലെ വരെ ഈ ഒരു പോസ്റ്റിൽ ഇരുന്നത് താനായിരുന്നു എന്ന് ഉങ്സു പറയുമ്പോഴത്തേക്കും വൂച്ചും നീ മര്യാദയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരുന്നു മുത്തശ്ശി നിന്റെ സ്ഥാനം എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന് തിരിച്ചും പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീ അത്രയ്ക്ക് വലിയ ആളാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിലവിൽ എത്ര പണത്തിനായിരുന്നോ ആ ഒരു കമ്പനി ഈ ഒരു കരാറൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതേ പണത്തിന് തന്നെ നീ ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ കഴിവിനെ ഞാൻ അംഗീകരിച്ച് തരുന്നതായിരിക്കുമെന്നെല്ലാം തന്നെ ഉത്സവം പറയുന്നു. എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കോൺട്രാക്ട് ഒക്കെ നടത്തുന്ന ആള് കൂടുതൽ പണമൊക്കെ ചോദിക്കുന്നതായിരിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കാരണമായിരുന്നു ഉത്സവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഉത്സവമായിട്ട് ചലഞ്ച് ഒക്കെ വെച്ചിട്ടാണ് ഊജവും പോകുന്നത്. ഇപ്പോൾ മെറിയും വൂജും വീണ്ടും കണ്ടുമുട്ടുന്നു. അങ്ങനെയിരിക്കെ നിങ്ങൾ നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പണമെല്ലാം തന്നെ കുറച്ച് കൂടുതലാണ്. അതൊക്കെ ഒന്ന് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമോ എന്ന രീതിക്ക് വൂജു ചോദിക്കുമ്പോഴത്തേക്കും മെറിക്കും വൂജുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും പറയുവാനായിട്ടുള്ളത്. അതായത് നീ എന്റെ ഹസ്ബൻഡ് ആയിട്ട് അഭിനയിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ ഈ ഒരു കോൺട്രാക്ട് നേരത്തെ എത്ര പണത്തിനായിരുന്നു ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതേ പണത്തിന് തന്നെ ഈ തവണയും ഏറ്റെടുക്കുന്നതായിരിക്കും. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു തുക പോലും ഞാൻ മേടിക്കുകയില്ല എന്ന് അവളും പറയുന്നു. അതായത് നേരത്തെ അവള് വാഷ്റൂമിൽ കയറിയ സമയത്ത് ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനിയും ഇതേ ഡിസൈൻ വെച്ചുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ അവളും ഇരിക്കുന്നത്. പക്ഷേ നിന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുവാനായിട്ട് എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് വൂജ് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പുതിയൊരു വീട് വെക്കുവാനായിട്ടുള്ള പ്ലാനിൽ ഞാനും ഒരുപാട് പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സ്കാം ആയിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ പണമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞാനൊരു ലക്കി ഡ്രോയിൽ വിജയിച്ചു. $5 മില്യൺ വില വരുന്ന ഒരു വീടാണ് എനിക്കതിൽ കിട്ടുവാനായിട്ട് പോകുന്നത്. ഹസ്ബൻഡുമായിട്ട് വന്നാൽ മാത്രമേ എനിക്കത് കിട്ടുകയുള്ളൂ. സോ നീ എന്റെ ഹസ്ബൻഡായിട്ട് ഒന്ന് അഭിനയിക്കാമോ എന്ന് അവളെ ചോദിക്കുമ്പോഴത്തേക്കും അവനും ഉങ്സുന്റെ അടുത്ത് നിന്ന് ചലഞ്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു മെസ്സേജ് അവന് വരികയാണ്. അവനും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മെറിയും നീ എന്റെ ഹസ്ബൻഡായിട്ടൊന്ന് വന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്നും കോൺട്രാക്ട് ഒക്കെ മേടിച്ചിട്ട് സൈൻ ചെയ്തും കൊടുക്കുന്നു.